ഹലോ. അപ്പോൾ ഇതെൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് കുറേ പേര് നിന്ന് കേട്ടിട്ടുള്ളത് കളിയാക്കലുകളാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അപ്പം ഞാൻ ഏത് ആപ്പ് വഴിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കാറുള്ളത്, മൈക്ക് ഉപയോഗിച്ചിട്ടാണോ അതോ അല്ലാതെ തന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പേഴ്സണലി ആയാലും അല്ലാതെ ആയാലും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI വീഡിയോസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. കണ്ടന്റ് ക്രിയേറ്റർ ആകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ എൻ്റെ ജേർണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. വളരെ നാച്ചുറലായിട്ടും പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമായിരിക്കും ഞാൻ വീഡിയോസ് ഇടുന്നത്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് എങ്ങനെ പാർട്സ് ആയിട്ട് എങ്ങനെ ഇട്ടാൽ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വീഡിയോയുടെ ടൈമിന് നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പാർട്സ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പം സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, ചിലപ്പം നെഗറ്റീവ് പറയും. അയ്യോ അങ്ങനെ അത് നീ അത് കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അതൊക്കെ നമ്മൾ കേൾക്കാൻ നിന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുണ്ടോ, നമുക്കൊരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുമോ, അതിനുള്ള ധൈര്യം ഉണ്ടോ, നിങ്ങൾ മടിച്ചിരിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും.